നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. രക്ഷാപ്രവർത്തന കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ അധികാര ദുർവിനിയോഗം നടത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തെന്ന റിപ്പോർട്ട്. അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. കേസ് നടപടികൾ അവസാനിപ്പിച്ച് റഫർ റിപ്പോർട്ട് നൽകാൻ കീഴുദ്യോഗസ്ഥർക്ക് മേൽ ADGP നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതായി അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രതികളെ നിയമ നടപടികളിൽ നിന്നും സംരക്ഷിക്കാനും ഇരകൾക്ക് നീതി നിഷേധിക്കാനും ADGP തന്റെ പദവി ദുരുപയോഗം ചെയ്തു എന്നാണ് പ്രധാന കണ്ടെത്തൽ. ഈ കണ്ടെത്തലുകളുടെ എല്ലാം പിന്നിൽ ഒരു കഥ ഒളിഞ്ഞു കിടപ്പുണ്ട്. അജിത് കുമാറിന് ശരിക്കും സ്വാധീനം LDF-ലായിരുന്നോ UDF-ലായിരുന്നോ എന്നുള്ളത് അത് ഇനിയും KSU അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിൽ ഗുരുതര വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP സുധീർ കല്ലനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അറസ്റ്റിനുള്ള കാരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താത്തതിനെ തുടർന്നാണ് പ്രതിക്ക് അറസ്റ്റിലായ ദിവസം തന്നെ ജാമ്യം ലഭിക്കാനിടയായത്. പ്രതിയെ പുറത്തിറക്കാൻ DYSP മനഃപൂർവ്വം വഴിവെട്ടിക്കൊടുക്കുകയായിരുന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സംസ്ഥാന പോലീസ് മേൽനോട്ടം വഹിക്കുന്ന തൂഫാൻ ഓപ്പറേഷൻ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും എന്നാൽ ഇത്തരം വീഴ്ചകളിലൂടെ അതിന്റെ ശോഭ കെടുത്താനാണോ പോലീസ് ശ്രമിക്കുന്നതെന്നും കോടതി ആരായുകയുണ്ടായി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകി. വഴിവെട്ടി കൊടുക്കുകയായിരുന്നു എന്നുള്ള ചോദ്യം വരെ ഓക്കെ, ബഹുമാനപ്പെട്ട കോടതി ക്ഷമിക്കണം. അതിനുശേഷമുള്ള നിരീക്ഷണങ്ങൾ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ PR ഏജൻസി എഴുതി കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. ദയവ് ഇത് മാപ്പാക്കണം. പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും ക്രമക്കേടുകളും തടയുന്നതിനായി 2024 പാസാക്കിയ പൊതുപരീക്ഷാ നിയമത്തിൽ സുപ്രധാന ഭേദഗതികൾ വരുത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പരീക്ഷാ തട്ടിപ്പ് കേസുകളുടെ നടപടികൾ വേഗത്തിലാക്കാനും കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. പുതിയ ഭേദഗതി പ്രകാരം പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. കേസ് രജിസ്റ്റർ ചെയ്ത് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി ശിക്ഷ പ്രഖ്യാപിക്കണമെന്ന കർശന വ്യവസ്ഥയും നിയമത്തിൽ ഉൾപ്പെടുത്തും. ഇതിനു പുറമെ പ്രതികൾക്ക് നൽകുന്ന ശിക്ഷാ കാലാവധിയും പിഴത്തുകയും കുത്തനെ ഉയർത്താനും നിർദ്ദേശമുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കാളികളാകുന്നവർക്ക് 10 വർഷം വരെ തടവ് ശിക്ഷയും 10 കോടി രൂപ വരെ പിഴയും ചുമത്താൻ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. നിലവിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 3 മുതൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ നൽകിയിരുന്നത്. രാജ്യത്തെ എല്ലാ പരീക്ഷകൾക്കും ഇത് ബാധകമാകുമെങ്കിൽ നമ്മുടെ കേരളത്തിലെ PSCയുടെ മെമ്പർമാരും സെക്രട്ടറിയും ചെയർമാനും എല്ലാം ഒരുമിച്ച് അകത്ത് പോയി 10 കോടി രൂപയൊക്കെ പിഴയടയ്ക്കുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു നിയമം വരട്ടെ, അല്ലേ? ജന്തർ മന്ദറിലെ പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായ തിക്കിലും ലാത്തിച്ചാർജിലും പരിക്കേറ്റ് 21-കാരിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും കുട്ടി അപകടനില തരണം ചെയ്തതായും ദില്ലി പോലീസ് അറിയിച്ചു. പെൺകുട്ടി മരണപ്പെട്ടുവെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നും ജനങ്ങളിൽ പരിഭ്രാന്തിയും പോലീസ് വിരുദ്ധ വികാരവും ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യാജ പ്രചാരണമാണിതെന്നും പോലീസ് വ്യക്തമാക്കി. ജൂലൈ 20 തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ദില്ലിയിലെ ഡോക്ടർ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ വേഗത്തിൽ പുരോഗതി ഉണ്ടാവുകയും വെന്റിലേറ്റർ സഹായം ഒഴിവാക്കുകയും ചെയ്തു. നിലവിൽ കുട്ടി സ്വയം ശ്വാസമെടുക്കുന്നുണ്ട് എന്നും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളോട് കൃത്യമായി പ്രതികരിക്കുന്നുണ്ടെന്നും ക്ലിനിക്കൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എങ്ങനെയെങ്കിലും പാറ്റകൾ ഒരു രക്തസാക്ഷി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കരുത്. ദില്ലിയിലെ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് കൊച്ചിയിൽ റാപ്പർ വേടന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിക്കെതിരെ കേസെടുത്ത് പോലീസ്. മാനേജർ വിഘ്നേഷിനും കണ്ടലറിയുന്ന 90 പേർക്കെതിരെയുമാണ് കേസ്. ഗതാഗത തടസ്സമുണ്ടാക്കി പരിപാടി നടത്തിയതിനാണ് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ മരുന്ന് നിറച്ചവനും തിരി കൊളുത്തിയവനും കേസില്ല, ശബ്ദം കേട്ടവന്റെ പേരിലാണ് കേസെന്ന് പറഞ്ഞാലാണ്. റാപ്പർ വേടന്റെ പേരിൽ കേസില്ലേ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ ED പരിശോധനയെ ചൊല്ലിയുള്ള CPM ആക്രമണത്തിൽ തകർന്ന ടാക്സിക്ക് നഷ്ടപരിഹാരം നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CPM പ്രവർത്തകരാണ് ടാക്സി തകർത്തത്. മുഴുവൻ നഷ്ടപരിഹാര തുകയും ED കൈമാറി. തിരുവനന്തപുരം സ്വദേശിയായ ടാക്സി ഡ്രൈവർക്ക് ആണ് പണം കൈമാറിയത്. 1.25 ലക്ഷത്തോളം രൂപയാണ് നഷ്ടപരിഹാരം. നേരത്തെ CPM ഈ നഷ്ടം നൽകുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു. ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പുറത്ത് ED നിൽക്കുന്നത് കൊണ്ട് ഈ കാശ് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വരുമാന സ്രോതസ് ചോദിച്ച് ഇനി AKG സെന്ററിൽ ED കയറുമെന്നുള്ള ED പേടി കാരണമാണ് ഈ പാർട്ടി പിന്മാറിയത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പേടിയൊന്നുമില്ല, ഒരു ചെറിയ ഭയം, അത്രേ ഉള്ളൂ. ഇൻഡിഗോ വിമാനത്തിൽ CPM നേതാവ് EP ജയരാജൻ ആക്രമിച്ചെന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ തുടരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം DYSPയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക.
ഇൻഡിഗോയോടുള്ള വിരോധം മാറ്റി ഒന്ന് വരികയായിരുന്നു ചിറ്റപ്പൻ. ഇനിയിപ്പോൾ ഇൻഡിഗോയും ട്രെയിനും KSRTC എല്ലാം ഒഴിവാക്കി ചിറ്റപ്പൻ നാട് നീളെ തെക്ക് വടക്കം നടന്നു പോകാനുള്ള തീരുമാനം എടുക്കുന്നതാണ് താമസിയാതെ. ബംഗ്ലാദേശ് പ്രസിഡന്റും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അടുത്ത അനുയായിയുമായിരുന്ന മുഹമ്മദ് ഷഹാബുദ്ദീൻ രാജിവെച്ചു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രാജിക്കത്ത് സമർപ്പിച്ചതായി വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. 2023 ഏപ്രിലിൽ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ അദ്ദേഹം 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനു ശേഷമുള്ള നിർണായക രാഷ്ട്രീയ ഘട്ടങ്ങളിൽ ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിച്ചു വരികയായിരുന്നു. ഇനിയും ആ പദവിയിൽ തുടർന്നു കഴിഞ്ഞാൽ തന്റെ ആരോഗ്യം കൂടുതൽ വഷളാകുമെന്നുള്ളൊരവസ്ഥ വരും. ജിഹാദികൾ അത് ഉറപ്പാക്കുമെന്നുള്ളൊരു പേടി കാരണമായിരിക്കണം പാവം രാജിവെച്ച് പോയത്. ഷെയ്ഖ് ഹസീനയാണെങ്കിൽ അങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണെന്ന് വാശിയും പിടിക്കുകയാണ്. KSRTCയുടെ പ്രിയദർശിനി സർവീസുകളിൽ വനിതാ യാത്രക്കാർക്ക് അനുവദിച്ചിട്ടുള്ള സൗജന്യ സീറോ വാല്യൂ ടിക്കറ്റുകൾ പുരുഷ യാത്രക്കാർക്ക് നൽകി പണം തട്ടിയെടുക്കുന്നതായി വ്യാപക പരാതി. പുരുഷന്മാരിൽ നിന്ന് യാത്രാക്കൂലി പൂർണ്ണമായി ഈടാക്കിയ ശേഷം ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ സൗജന്യ ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകുകയാണ് ജീവനക്കാർ ചെയ്തത്. യാത്രക്കാർ ടിക്കറ്റിലെ വിവരങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നത് മുതലെടുത്താണ് തട്ടിപ്പ് നടത്തുന്നത്. പുരുഷന്മാർ നൽകുന്ന ടിക്കറ്റ് തുക ജീവനക്കാർ സ്വന്തം കിശിലാക്കുന്നു എന്നാണ് പരാതി. ഇതിനാണ് യഥാർത്ഥ ഫെമിനിസം എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് അങ്ങനെ തന്നെ വേണം. ലോക ചെസ് ഫെഡറേഷനായ ഫിഡയുടെ ഇടക്കാല പ്രസിഡന്റായി മുൻ ലോക ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദ് ചുമതലയേറ്റു. നിലവിലെ പ്രസിഡന്റ് ആർക്കാഡി ഡ്വർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് അദ്ദേഹം താൽക്കാലികമായി അധികാരങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചതോടെയാണ് ആനന്ദ് ചുമതലയേറ്റത്. ഫിഡയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭാരതീയൻ സംഘടനയുടെ ഇടക്കാല പ്രസിഡന്റ് ആകുന്നത്. വിശ്വനാഥൻ ആനന്ദിന്റെ അഭിനന്ദനങ്ങൾ. എന്തായാലും ഈ ഉപരോധ പട്ടികയൊക്കെ യൂറോപ്യൻ യൂണിയന്റെ മാത്രം കുത്തകയല്ല എന്നിനിയെങ്കിലും ഭാവിയിൽ ഭാരതം തെളിയിച്ചു കൊടുക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതോടെ ഇന്നത്തെ ന്യൂസ് ടേക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.